മുമ്പ്, നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബേക്കറിയിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തൊരു സ്ഥലമായത്. പക്ഷേ കർത്താവിൻ്റെ അഭിഷേകം വന്ന് വീഴുന്ന ഒരൊറ്റ കാരണം, അത് മുഖാന്തരം മാത്രം ഇന്ന് രാത്രി ഇങ്ങനെ ഒരു വേദി കർത്താവ് എനിക്ക് വേണ്ടി ഒതുക്കിയപ്പോൾ ഭയങ്കരമായി നന്ദി കൊണ്ട് ഹൃദയത്തിനകത്തുനിന്ന് സ്തോത്രം പറയുമായിരുന്നു. എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. ഒരു ഹല്ലേലൂയ പറയാമോ? എല്ലാ കണ്ണുകളും ഒന്ന് ചില നിമിഷങ്ങളൊന്ന് അടയ്ക്കാമോ? ചില മിനിറ്റുകൾ കർത്താവിനെ നമ്മൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ഇതുപോലൊരു കൺവെൻഷൻ യോഗം നടക്കുന്ന സമയത്ത് ഏറ്റവും പുറകത്തിൽ ഒരു കാഴ്ചക്കാരനായിരുന്ന എന്നെ വർഷങ്ങൾക്ക് മുമ്പ് പേര് ചൊല്ലി വിളിച്ച് എൻ്റെ മേൽ അഭിഷേകം പകർന്ന ദൈവം ശുശ്രൂഷക്കാരനാക്കിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെയോ ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ മീറ്റിംഗ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിന്റെ പിമ്പിൽ രാത്രി മുഴുവനും ഒത്തിരി പ്രാർത്ഥിച്ച ദൈവമക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ആ പ്രാർത്ഥനകളൊന്നും വെറുതെയല്ല. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് വലിയൊരു റിസൾട്ട് ഈ ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും അധരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. അഭിഷേകം ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിനകത്ത് നീ യേശുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, നീ പറയുന്ന സ്തോത്രത്തിന് ശക്തിയുണ്ട്, നീ പറയുന്ന ഹല്ലേലൂയയ്ക്ക് ശക്തിയുണ്ട്. നീ ഇതിനകത്ത് വെറുതെ വന്നതല്ല. ഈ ദേശത്തിനകത്ത് വലിയൊരു അഭിഷേകത്തെ ദൈവത്തിന്റെ ആത്മാവ് ഈ മീറ്റിംഗിലൂടെ അയക്കാൻ പോകുകയാണ്. ആരും മൗനമായിരിക്കാൻ ചില നിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തെ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ ഈ ദേശത്തിൽ ഇതുവരെ ഉയർന്നുന്ന പാപത്തിന്റെ അന്ധകാരം തകരുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഉയർത്തുന്നത് ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ ഒരു നാമത്തെയാണ്. അപ്പൻ എന്ന് വിളിക്കാൻ യോഗ്യനായ ഒരു നാമമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുവാണെന്ന് തിരിച്ചറിയുന്നവർ അധരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ സ്തോത്രം പറഞ്ഞേ. നമ്മുടെ അപ്പൻ എന്ന് വിളിക്കുന്ന ആ യേശു ഇന്ന് രാത്രി ഈ തിരുമല, ഈ തൃക്കണ്ണാപുരത്തിനടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദേശത്തിനകത്ത് പാപത്തിന്റെ അധർമ്മ മൂർത്തിയെ തള്ളിവിട്ട് യവന തലമുറയെ വശീകരിക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ സകല ആധിപത്യങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരപ്പെടേണ്ടതിന് എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് ഹല്ലേലൂയ. ഞാനും നിങ്ങളും ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിക്കുവാൻ ഒരു യേശു നമുക്കുണ്ട്. ശാസ്ത്രം വിളിച്ചു പറയുന്നു യേശു രക്ഷകനാണെന്ന്. പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്ന യേശുവിന്റെ നാമമാണ്. ഈ യേശുവിന്റെ നാമത്തെ ഒരിക്കലും പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ ബൈബിളിനെ ഒരിക്കലും എടുക്കത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ എല്ലാ മനുഷ്യരും എന്നെ മാറ്റി നിർത്തിയപ്പോൾ, എല്ലാ സ്നേഹങ്ങളും മാറ്റി നിർത്തപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു യേശുവുണ്ട്. അവന്റെ പേരത്ര ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. ആ നാമത്തിന്റെ പേരത്രേ നസ്രയനായ യേശു. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്റെ ഡാഡിയെ. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്റെ ഡാഡിയെ. ഒന്ന് ചേർന്ന് പാടാമോ? ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും. നിങ്ങളുടെ വായകളെ തുറന്ന് പാടുകയും ക്ഷീണിതനാകുമ്പോൾ ചേർന്ന്, ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും എന്നപ്പനേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല. പറയാമോ? ലോകത്തിലെ ഒന്നിനെ സ്നേഹിക്കത്തില്ല. സ്നേഹിക്കില്ല. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച്
നടത്തും എന്നപ്പനെ. ഞാനും നിങ്ങളും ക്ഷീണിതയുമായപ്പോൾ തോളതിൽ വഹിച്ചവനെ പോലെ നടത്തി ഒരു യേശുവിന്റെ സ്നേഹത്തിൽ ഇന്ന് രാത്രി യാത്രകളെ തുറന്ന് നടത്തും എന്നപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. ക്രിസ്തുവിനോട് വളരെ സന്തോഷമുണ്ടെന്ന് വൈകിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ആ കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന് ഒരു മഹത്വം കൊടുത്തേ. യേശുവിന്റെ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറായാൽ, ആ യേശുവിന്റെ നാമത്തെ നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ തയ്യാറായാൽ, ഞാൻ 100% ഉറപ്പോടൊരു കാര്യം പറയാം, അതിനകത്ത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുന്ന് പറ, യേശുവേ അങ്ങനെ ഹൃദയത്തെ ഒന്ന് തൊടണമെന്ന് പറയാൻ കഴിയുമെങ്കിൽ നീ വിളക്ക് കത്തിക്കണ്ട, നീ പൂജ ചെയ്യണ്ട, നീ മെഴുകുതിരി കത്തിക്കണ്ട, നീ പണമിടണ്ട, ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ അത്രേ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത്. ആ കരങ്ങളെ തട്ടി ആ യേശുവിന് മഹത്വം കൊടുത്തേ. തുതിയുമക്കേ ഹല്ലേലൂയ, തുതിയുമക്കേ ഹല്ലേലൂയ, തുതിയുമക്കേ ഹല്ലേലൂയ, തുതിയുമക്കേ. ആ കരങ്ങളെ ഒന്ന് ചേർന്നടിക്കാമോ? യേശുവിന്റെ വാലാക്കത്തിന്റെ തലയാക്കും. ഒരിക്കലും യേശുവിന്റെ നാമം ഉയർത്തിയിട്ടുള്ള ആരും വെറുതെ പോയിട്ടില്ല. നിങ്ങൾക്ക് താഴ്ചകളെ ഉയർച്ച തന്നെ തരും. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് കരങ്ങളെ ചേർത്തടിച്ച് Hallelujah, तुझी वो मके. Hallelujah, तुझी वो मके. Hallelujah, तुझी वो मके. Hallelujah, तुझी वो मके. वाला कमल इन्ने तलया तुझी, कीड़ा कमल इन्ने मेरा तुझी. वाला कमल इन्ने तलया तुझी, कीड़ा कमल इन्ने मेरा तुझी. Hallelujah, तुझी वो मके. 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 கோலியத்தை யாழ்க்கும் வல்லவரை சிறிய தாவீதுக்குள் வைத்தவரே, ஆடுகள் வைத்தவரே, ஜாதியின் மத்தியில்
தூக்கி நீரை மேலே 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 அழைக்கும் கோலியாத்தை அழைக்கும் வல்லமை சிறிய தாவீதுக்குள் வைத்தவரே ஆடுகள் வைத்தவரே ஜாதியின் மத்தியிலே உயர்த்தி தூக்கி நீரை மேலே 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 ஹalleluya துதி உமக்கே ஹalleluya துதி உமக்கே ஹalleluya துதி உமக்கே ஹalleluya துதி உமக்கே வாழாக்காமல் என்னை தலையாக்குவி கீழாக்காமல் என்னை மேலாக்குவி வாழாக்காமல் என்னை தலையாக்குவி கீழாக்காமல் என்னை மேலாக்குவி ஹalleluya ஹalleluya പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അനുഗ്രഹമേറിയ ഹല്ലേലൂയ സ്തോത്രം. ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ രാത്രികാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ മധ്യ ഉള്ളത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, മനോഹരമായ പാട്ടുകൾ പാടി ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപകൾകനായി നന്ദി മറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. പ്രകൃതി ഇത്രത്തോളം സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കി തന്നതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഈ ഗ്രൗണ്ടിലെ ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം കൃപയാൽ നിറച്ച് കർത്താവേ ഈ രാത്രിയെ ഹല്ലേലൂയ സ്തോത്രം ഇത്രത്തോളം നീ അനുഗ്രഹമാക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിവിധയിടങ്ങളിലായിരുന്നവര് ഹല്ലേലൂയ സ്തോത്രം ഈ രാത്രിയിൽ ഒന്നിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വചനം കേൾക്കുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തി ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വർഷം തോറും നടത്തി വരുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പുഷ്പരാജ് അവർകൾ ചില സഹപാഠികൾ ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ യോഗം, ചർച്ചക്കോടിനോട് ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ യോഗം 9ാം വർഷത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ നയിച്ച വൻകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ദൈവത്തിന് സ്തോത്രം ആഗതരായിരിക്കുന്ന ദൈവവൃത്യന്മാർ, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഇവാഞ്ചലിസ്റ്റായി പാസ്റ്റേഴ്സായൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും വേദികളിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാം ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. അതിലുപരിയായി എല്ലാവർക്കും എൻ്റെ പ്രൈസിൽ ഒറ്റ വാക്കുകളുടെ നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ദൈവകരങ്ങളിൽ സ്തോത്രം. പ്രൈസലോ. എന്താ ഉദ്ഘാടനം ചെയ്യാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. 7 ദിവസം നടക്കുന്നതായി കൺവെൻഷൻ ഞാൻ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ 9ാം അധ്യായത്തിന്റെ 23ാം വാക്യം. പ്രീസലോ. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിൽ ഞാനൊരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 9 പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം. 2 പ്രാവശ്യം സുവിശേഷ ഘോഷണം എന്ന് എഴുതിയിട്ടുണ്ട്. യൂറോപ്യൻ കൺട്രികളിൽ 3 പ്രാവശ്യം ചുറ്റി കർത്താവിൻ്റെ വൽപ്രദേശത്ത് തൻ്റെ ജീവനെ കൂടെ ഓർക്കാതെ നിന്നതാകുന്ന ദൈവഭക്തനാകുന്ന അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. അതിനെ ഇന്ന് രാത്രി കർത്താവിനെ ആദ്യമായിട്ട് ഉദ്ഘാടനത്തിൽ സുവിശേഷത്തെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് രാത്രി പ്രാരംഭം കുറിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ തടവിലിരുന്ന ആത്മാക്കളോട് അവൻ സുവിശേഷം പ്രസംഗിച്ചു എന്ന് 1 പത്രോസ് 3:19 പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തീമോഥെയോസ് 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതത്രേ ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രി എന്ത് ചെയ്താലും സുവിശേഷം
ഹല്ലേലൂയ, കർത്താവിന്റെ നാമം, തിരുനാമം ഈ ആറാമയുടെ പ്രദേശത്ത്, തിരുമലയുടെ പ്രദേശത്ത് ഉയർന്നു കാണണം. ദൈവത്തിന് സ്തോത്രം. അനവധി പേരുടെ ജീവനെ കൊടുത്ത്, സമ്പത്തിനെ കൊടുത്ത്, അവരുടേതായ വിദ്യാഭ്യാസത്തെ കൊടുത്ത്, സകല നന്മകളും നേടിക്കൊണ്ടുന്ന സുവിശേഷം മങ്ങലേൽക്കാതെ വണ്ണം ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ തിരുവെഴുത്തിനെ, അതുകൊണ്ട് ഭവിഷ്യ പൗലോസിനോട് ചേർന്ന് ഇന്ന് രാത്രി കാലം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ, എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ അതേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മിത്രങ്ങളെ, ഇന്ന് രാത്രി ഞങ്ങളെ ദൂരത്തും ചാരത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്ത് ചെയ്താലും സുവിശേഷം, ദൈവത്തിന്റെ തിരുനാമം ഉയർന്നു കാണണം. ദൈവത്തിന് സ്തോത്രം. പരരക്ഷിക്കപ്പെടണം. ലക്ഷങ്ങൾ കോടികൾ മുടക്കി സുവിശേഷം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് കണക്കുള്ളതാണ്. സുവിശേഷത്തിൽ എന്ത് ചെയ്താലും കണക്ക് പറയണം, വാങ്ങിയാലും കണക്ക് പറയണം, കൊടുത്താലും കണക്ക് പറയണം. ഹല്ലേലൂയ, ദൈവത്തോട് സ്തോത്രം. ചോദിച്ചാലും കണക്ക് പറയണം. ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു. ഹല്ലേലൂയ, റോമാ സാമ്രാജ്യത്തിന്റെ അപ്പിടിയിലായിരുന്ന സാഹചര്യങ്ങളിൽ നീറോ ചക്രവർത്തിയുടെ സമയത്ത് ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനവധി ഭക്തന്മാർ ശരീരത്ത് അതേ തീപ്പന്തം കത്തിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവരെ ഹല്ലേലൂയ സുവിശേഷത്തിനായി അത് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവരുടെ ശരീരത്തിൽ തുണി ചുറ്റി പെട്രോൾ ഒഴിച്ച് നിർത്തി കത്തിച്ച മാർഗമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ഈ മാർഗം വളരും. ഇന്ന് രാത്രി ഞാൻ പ്രവചന ദൂത് വിളിച്ചു പറയുന്നു, അനവധി പേർ രക്ഷിക്കപ്പെടുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷ മഹായോഗം ഇന്ന് രാത്രി ഹല്ലേലൂയ മുതൽ ഇടയാകിയ ദൈവത്തിന് സ്തോത്രം. രാത്രി കർത്താവ് ഉയരട്ടെ. തിരുനാമത്തിൽ നിന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, മനുഷ്യനല്ല ഇവിടെ ഉയരുവാൻ, ക്രിസ്തു ഉയരണം, ദൈവനാമം ഉയരണം. അനവധി പേരുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം. കല്ലിൽ നമ്മളിവിടെ കാണുന്ന, താൽക്കാലികമായി കാണുന്ന സകല ഇവിടെ ഭൂമിയിൽ വിട്ടേച്ച് പോകും. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സെൻട്രൽ ചുമരോട് വഹിക്കുന്നതിന് എനിക്കറിയാം. ഞാൻ അനവധിയുടെ ബോഡിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുക. ഞാൻ ഇന്ന് രാത്രികാലം പറയുന്ന ദൈവത്തിന് സ്തോത്രം. നാം താലോടിക്കുന്ന നമ്മുടെ ശരീരം, നാം സ്നേഹിക്കുന്ന നമ്മുടെ ശരീരം, നാം ഒരുക്കിയെടുക്കുന്ന ശരീരം ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം മണ്ണിന് അടിയറ പറയും. എന്നാൽ അകത്തളങ്ങൾ എന്റെ പേര് റോബിൻസൺ എന്ന അകത്ത് റോബിൻസൺ ഉണ്ട്. അതിനെ രക്ഷിക്കാതെ എന്ത് ചെയ്താലും ലോകത്തിൽ കർമ്മകർമാദികളും പുണ്യപ്രവൃത്തികളും പൂജാകർമ്മങ്ങളും അതും ഇതൊക്കെ ചെയ്ത് മനുഷ്യൻ സ്വർഗം നേടാനിരിക്കുമ്പോൾ, ഇന്ന് സുവിശേഷത്തിന്റെ വാതിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെയും ഹല്ലേലൂയ അതേ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് സ്തോത്രം ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി പേരെഴുതപ്പെടുന്ന രാത്രി എത്രയാകുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ അഭിഷേകത്തെ ഒന്ന് റിസീവ് ചെയ്യുന്ന ഒത്തിരി ജനങ്ങള്, ആ ഈ ദൈവസ്ഥാനത്തെ കൊതിക്കുന്ന ഒത്തിരി ജനങ്ങള് പലയിടത്തും ദൈവം ആത്മാവിങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പഴയ ഒരു പാട്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് കേട്ടു. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറില്ല, ഞാൻ പിന്മാറില്ല, മാറില്ല. അപ്പൊ ഈ പാട്ട് ഒരു 7-8 മാസം മുമ്പ് ഞാനിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആഗ്രഹം തോന്നി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓഫറിംഗ് അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഓഫറിംഗ് ഇടുക, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക ദയവായി. എന്റെ മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ടായി, ഈ പാട്ട് എങ്ങനെയാ വന്നതെന്ന് അറിയണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഞാൻ ഉടനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ അന്വേഷിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്കകത്ത് ആസാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ പുറത്തു വന്നൊരു ഗാനമാണിത്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അത് കേൾക്കണം. ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കരമായ ഒരു സത്യം അതിനകത്ത് കിടപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ ദേശത്ത് ഭരിക്കുന്നത് MLA ആണ്, MLA കഴിഞ്ഞ് MP, പിന്നെ പോലീസ് അധികാരികൾ, ഇങ്ങനെ അധികാരം അതോറിറ്റി ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരു ഗ്രാമത്തലവൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ പോയിട്ടുള്ളവർക്ക് അതറിയാം. ഗ്രാമത്തലവന്മാരുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമത്തിലെ തലവനാണ്. അങ്ങനെ ആ ഗ്രാമത്തിൽ ഒരു ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു ഫാമിലി ഈ യേശുവിനെ അറിഞ്ഞു. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ. ഈ കുടുംബം യേശുവിന്റെ നാമത്തെ അറിഞ്ഞ വിവരം ഈ ഗോത്രത്തലവന്റെ ചെവിയിലെത്തി. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, നാട്ടുകൂട്ടം, അതായത് നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കുന്ന ഒരു രംഗമുണ്ട്.
അപ്പൊ ഈ സംഭവം ഇങ്ങനെ നടന്ന് ഈ വിഷയം ഗോത്രത്തലവന്റെ ചെവിയിലെത്തി. ഈ ഗോത്രത്തലവൻ നാട്ടുകൂട്ടത്തെ വിളിച്ചു. ആ ദേശത്തിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ വന്നിരിക്കുന്നത് പോലെ നിരന്ന് നിൽക്കുകയാണ്. ഇവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് ഈ ഗോത്രത്തലവൻ തീരുമാനിക്കും. ഇത്രയും ആയിരക്കണക്കിന് ജനം കൂടി ഇങ്ങനെ വന്ന് ആകാംക്ഷയോടെ നിൽക്കുന്നു. എന്താ ഈ കുടുംബത്തെ ഈ ഗോത്രത്തലവൻ ചെയ്യാൻ പോകുന്നത്? ആദ്യമായി അവന്റെ മൂത്ത കുഞ്ഞിനെ ഈ ഗോത്രത്തലവൻ ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ട് ആ മനുഷ്യനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. നീ യേശുവിനെ പിൻപറ്റത്തില്ലെന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ പോകുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ പിൻപേ ഞാൻ പോകാൻ ഉറച്ചു, എനിക്ക് പിന്മാറാൻ കഴിയത്തില്ല. നിമിഷ നേരം കൊണ്ട് വിഷമുള്ള അമ്പുകൊണ്ട് ഈ ഗോത്രത്തലവൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെ വിളിച്ചു. എന്നിട്ട് പിന്നെയും ചോദിച്ചു, നിന്റെ രണ്ടാമത്തെ കുഞ്ഞാണിത്, പറ യേശുവിനെ നീ പിൻപറ്റത്തില്ലെന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, ലോകം എന്റെ പിൻപയാണ്, ക്രൂശന്റെ മുൻപയാണ്, എനിക്ക് പിന്മാറാൻ കഴിയത്തില്ല. നിമിഷ നേരം കൊണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. അടുത്ത ഊഴം ഭാര്യയുടേതായിരുന്നു. ഭാര്യയെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി നിന്റെ രണ്ട് മക്കളും നഷ്ടപ്പെട്ട് ഭാര്യയെങ്കിലും നിനക്ക് രക്ഷിക്കട്ടെ, പറ യേശുവിനെ നീ സ്നേഹിക്കത്തില്ല, ഈ യേശുവിന്റെ നാമത്തെ തള്ളിപ്പറയാമെന്ന് പിന്നെയും ആവർത്തിച്ചു ഗോത്രത്തലവൻ ചോദിച്ചപ്പോൾ പിന്നെയും ആ മനുഷ്യൻ പറഞ്ഞു, ഈ ലോക ലാഭത്തെയും ഈ ലോകത്തിലെ സ്നേഹത്തെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് വൈഫിനെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് അവസാനമായി ഇവനോട് ചോദിച്ചു, 3 പേരും നഷ്ടപ്പെട്ടു പോയി, നീ ജീവന് തുല്യം സ്നേഹിച്ച നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, നിനക്ക് ദാനമായി തന്ന 2 കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു, ഇനി അടുത്ത ഊഴം നിന്റേതാണ്, നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു, പറ യേശുവിനെ പിൻപറ്റത്തില്ലെന്ന് പറ. അവൻ ആ വലത് കരം ചങ്കോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും അതെന്റെ യേശുവിന് വേണ്ടിയാ. സംഭവിച്ച എന്തെന്നറിയാമോ? ആ നിമിഷ നേരം കൊണ്ട് ആ മനുഷ്യനെയും ഈ ഗോത്രത്തലവൻ കൊന്നുകളഞ്ഞു. ഈ കൊല കഴിഞ്ഞിട്ട് ഈ ഗോത്രത്തലവൻ മാറി നിൽക്കുമ്പോൾ ഈ ആയിരക്കണക്കിന് ജനം നാട്ടുകൂട്ടം കൂടി നിൽക്കുന്ന അതേ വേളയിൽ പെട്ടെന്ന് ഈ ഗോത്രത്തലവന്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടായി. എടാ, ഇതുവരെ കാണാത്തൊരു യേശുവിന് വേണ്ടി, ഇതുവരെ കാണാത്തൊരു ദൈവത്തിനു വേണ്ടി 2 കുഞ്ഞുങ്ങളും സ്വന്തം ഭാര്യയെയും, എന്തിനേറെ പറയണം സ്വന്തം ജീവനെ പോലും കളഞ്ഞ ആ ദൈവത്തെ എനിക്ക് വന്നറിയണം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ? ആ ഗോത്രം മുഴുവനും ഈ യേശുവിന്റെ നാമം അറിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സത്യമായ ഒരു കാര്യം വിളിച്ചു പറയുന്നു. നിങ്ങൾ ആരും കരം തട്ടിയില്ലെങ്കിലും, നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഈ 7 ദിവസത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്തിനകത്തേക്ക് ഒരു ദൈവ പ്രവൃത്തി അയച്ചിരിക്കും. ഒരു ദൈവിക ശക്തി, ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ദേശത്തിൽ വെളിപ്പെടട്ടെ. വിശ്വാസത്തോടെ ആരും പരസ്പരം ഈ ദേശത്തിന്റെ വിടുതൽ നമ്മുടെ കരത്തിൽ ദൈവം ഏൽപ്പിച്ചെങ്കിൽ അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഇന്ന് രാത്രി തൃക്കണ്ണാപുരം ദേശത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ശക്തിക്കും മാറ്റി നിർത്താൻ കഴിയാത്ത, ഒരു ശക്തിക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇന്ന് രാത്രി ദേശത്തിൽ ചലിക്കാൻ പോകുകയാണ്. ഒരു കൂട്ടം യൗവനക്കാരെ തടഞ്ഞു വച്ച എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രി ഈ ആരാധനയിൽ അപ്രത്യക്ഷമാകട്ടെ. ഈ പാപത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. പാപത്തിന്റെ വഴികൾ ഓരോന്നായി പിശാചിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യുമ്പോഴും യേശുവുമായിട്ടുള്ള ഇഷ്ടക്കൂടുതൽ അതിൽ നിന്ന് വേർപിരിഞ്ഞ് നടക്കുവാൻ എന്നെ സഹായിക്കുന്നു. എന്നെ കേൾക്കുന്ന തൃക്കണ്ണാപുരം ദേശമേ, പാപത്തെ വെറുക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കട്ടെ. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പാടുക. ദൈവവുമായിട്ട് ഭയങ്കരമായ ബന്ധത്തിലിരിക്കുന്ന ചില നാളുകളിൽ കർത്താവിന്റെ ആത്മാവ് ചെവിയിൽ പറഞ്ഞു തന്ന ഒരു വരികൾ എഴുതുവാൻ കർത്താവ് കൃപ തന്നത് പുറത്തോട്ടിറങ്ങി. ഒത്തിരി പേർ പാടുന്നത് വളരെ സന്തോഷം. ഒരു കഴിവുമല്ല, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം തലമുറയെ തിരിച്ചെടുക്കാൻ ഈ ഗാനം കർത്താവ് ഉപയോഗിക്കുമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുകയാ. ഈ ദേശത്തിനകത്തേക്ക് യവന തലമുറയെ വശീകരിച്ച, ഇന്നലെ വരെ അവരെ പാപത്തിനകത്ത് കുരുക്കിക്കളഞ്ഞ എല്ലാ പിശാചിന്റെ തേർവാഴ്ചയെയോ ഒരുമിച്ച് 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 അഭിഷേകത്തിൽ തകർക്കാൻ ദൈവത്തിന്റെ ആത്മാവേ. പാപിയായി ഞാൻ ജീവിക്കില്ല, അങ്ങേനിക്ക് ഏറെ ഇഷ്ടമാ. പാപിയായി ഞാൻ ജീവിക്കില്ല. എന്താ കാരണം? അങ്ങേനിക്ക് ഏറെ ഇഷ്ടമാ. മക്കളെ, ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് അപ്പാ എന്ന് വിളിക്കാമോ? നമ്മൾ ഒരുമിച്ച് വിളിച്ചേ, അപ്പാ. നോ നോ നോ, അപ്പാ. ഒരുമിച്ചൊന്ന് വിളിച്ചേ, ആ യേശുവിനെ നോക്കി, അപ്പാ. അപ്പാ യേശു, അപ്പാ അങ്ങേനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ യേശു, അപ്പാ നിൻവഴികളിൽ ഞാൻ നടന്നിടാം. ഒരു ചെറിയ കാര്യം കൂടി ദൈവമക്കളെ പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി അനുഭവിക്കുന്ന ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചെവിയിൽ നിന്ന് പറയുകയാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, 28ഓളം പാട്ടുകൾ കർത്താവ് തന്നു, എന്നാ ഇതൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നേ? അപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ചെവിയിൽ കാതിൽ മുഴങ്ങി കേൾക്കുക. വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് സീ. വെളിപ്പെടുത്തി തന്ന ദൈവിക ദൂതുകൾക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്ന വരികളാണ്. ഞാൻ 1-2 വരി കൂടെ ചേർന്ന് പാടിയിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? ഓ അപ്പാ യേശു, അപ്പാ അങ്ങേനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ യേശു, അപ്പാ നിൻവഴികളിൽ ഞാൻ നടന്നിടാം. അപ്പാ യേശു, അപ്പാ അങ്ങേനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ യേശു, അപ്പാ നിൻവഴികളിൽ ഞാൻ നടന്നിടാം. ദൈവസാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ 2 കരങ്ങളെയും ചേർത്തടിച്ച് ആ യേശുവിനുള്ള മഹത്വം കൊടുക്കാൻ ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ.